ശ്രീ ജയശങ്കർ, പിണറായി വിജയനോടും സംഘത്തോടും കടക്ക് പുറത്തെന്ന് കേരള ജനത പറയുന്നതാണോ ഇന്ന് കണ്ടത്? എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ? കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം അത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ വോട്ടിൻ്റെ ഒരു രീതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. LDF-നെ തോൽപ്പിക്കാനാണ് വോട്ടർമാരെ എല്ലാ സ്ഥലത്തും ശ്രമിച്ചിട്ടുള്ളത്. എന്തായി കിട്ടിയപ്പോൾ മതിയായില്ലേ? അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി BJP ആയതുകൊണ്ട് BJPക്ക് അവർ വോട്ട് ചെയ്തു. അത് ശരിയാ. മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ UDF ആയതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്തു. ആ പാറ്റേൺ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. പിന്നെന്താ ചെയ്യുക? ഞാനൊരു വഴിയും കാണുന്നില്ല. അപ്പോൾ LDF-നെതിരായിട്ടുള്ളൊരു വലിയ ജനവീഥിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആദ്യം മധ്യാന്തം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് പറയൂ. അങ്ങനെ കാലാകാലങ്ങളായിട്ട് LDF കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ അതിശക്തമായ വികാരം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടായെന്ന് വെച്ചാൽ, പറഞ്ഞു കൊടുക്ക് സാറേ. അത് കഴിഞ്ഞ 5 കൊല്ലമായിട്ട്, 5 അല്ല 45 കൊല്ലമായിട്ട് UDF അല്ല LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു ഒന്നൊന്നര ഭരണമായിരുന്നു. ഇല്ലേ, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ്. ഇല്ല, KSRTC ബസ്സിൽ കയറി ലേളുണ്ടാക്കി ഒരു മേയറെ തിരുവനന്തപുരത്ത് കയറി ഇല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കൂട്ടാത്ത അടുപ്പിലെ ചാരം വാരി കളയാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുക്കുകയും. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണ പറയുന്നത് ദിവസം ഒരു കാര്യം ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന്? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അത് വാരിക്കളയാൻ പോയ ജോലിക്കാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കടലാസിൽ രേഖ ഉണ്ടാക്കി തട്ടിപ്പെടുത്തുകയും ചെയ്ത ഒരു നഗരഭരണം തിരുവനന്തപുരത്തിന് കണ്ടല്ല. ഇവരെ റോക്കറ്റ് കയറ്റി ബഹിരാകാശത്തേക്ക് വിടണം, ഒന്നുകിൽ തുമ്പെ കയറ്റി വിടണം, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തോപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ആകെയുള്ള ആയുധം എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുവിരലാണ്. ഈ വിരൽ ഉപയോഗിച്ചിട്ടാണ് ഈ തീരുമാനം നടത്തിയത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി, ഏതെങ്കിലും കോർപ്പറേഷനിൽ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സിറ്റിംഗ് ആയിട്ടുള്ള അധ്യക്ഷൻ, അത് പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയറോ ആകാം. ഏതോ തുടർ നാടകമാണ്. ആ ആൾ പ്രചരണത്തിന് ഇറങ്ങാതിരിക്കുന്ന കണ്ടിട്ടു. ആ ആളെ പാർട്ടി പ്രചരണ രംഗത്ത് നിന്ന് പരിപൂർണമായിട്ട് മാറ്റി നിർത്തുന്നത് കണ്ടിട്ടു. അങ്ങനെ ഒരു കാഴ്ചയും തിരുവനന്തപുരത്തുണ്ടായി. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 കൊല്ലം മേയറായി നിങ്ങളൊക്കെ സേവിച്ച ആ മഹതിയെ ഒരു കുടുംബയോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. കാരണം ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കളയും. അവമാനിക്കുവാണെന്ന് അത്ര ഗംഭീരമായിരുന്നു. ഇന്നിപ്പോൾ BJP-യുടെ ഓഫീസിൽ മൊറാർജി ഭവനിൽ എൻ്റെ ബലമായ വിശ്വാസം ആര്യ രാജേന്ദ്രൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം അവിടെ ഒരു മാലയ്ക്ക് ഇടിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആര്യ രാജേന്ദ്രൻ BJP-യുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ടാണല്ലോ ആദ്യമായിട്ട് അവർക്ക് ഈ കോർപ്പറേഷൻ ജയിക്കാൻ പറ്റിയത്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.